വാർത്തകൾ വിശദമായി. ഒറ്റപ്പെട്ട് കിടക്കുന്ന ആദിവാസി വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം സമൂഹം ഏറ്റെടുക്കണമെന്ന് പ്രശസ്ത ചരിത്രകാരൻ ദിലീപ് പറഞ്ഞു. മുന്നോട്ടുള്ള യാത്രയിൽ, ജീവിതയാത്രയിൽ അവരുടെ സുഖകരമായ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഇലക്ട്രിക് വെഹിക്കിള് കൊടുക്കുന്നു, ഒരു വാഹനം. ഇവിടെ വന്നപ്പോഴാണ് ഇവരുമായി ഞാൻ എന്താ പറയാ, ആലുവയിൽ നിന്ന് തുടങ്ങിയ യാത്രയിൽ ഞാൻ തൃശ്ശൂർ വെച്ചിട്ടാണ് ശ്രീ കൃഷ്ണകുമാറിനെ പരിചയപ്പെടുകയും ആ യാത്രയിലാണ് ഇവർ ചെയ്യുന്ന വലിയ നന്മയുടെ അവരുടെ പ്രോജക്റ്റുകളെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കിയത്. വലിയ നന്മ, വലിയൊരു വിഷൻ, അത് സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് സമൂഹത്തിലെ പാലക്കാട് ജില്ലയിലെ വാളയാർ നടുപ്പതിയൂരിലെ ജനങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരമായി ഒലിവിയ ഫൗണ്ടേഷൻ ഇലക്ട്രിക് ബഗ്ഗി വാൻ സമ്മാനിച്ചു. ഒലിവിയ ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ നടുപ്പതിയിൽ രൂപീകരിച്ച സഞ്ജീവിനി സ്വയം സഹായ സംഘത്തിന്റെ പ്രസിഡന്റ് രജതിക്കാണ് പ്രശസ്ത ചലച്ചിത്രതാരം ദിലീപ് വാഹനത്തിന്റെ താക്കോൽ കൈമാറിയത്. ചടങ്ങിൽ പ്രൊഡ്യൂസർ സുരേഷ് കുമാർ മുഖ്യാതിഥിയായിരുന്നു. വനമേഖലയോട് ചേർന്ന പ്രദേശമായതിനാൽ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം ഇവിടെ പതിവാണ്. തൊഴിൽ, വിദ്യാഭ്യാസം, ചികിത്സ തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കായി കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ടി വരുന്ന നാട്ടുകാർ അതിരാവിലെ വീടുകളിൽ നിന്ന് പുറപ്പെട്ട് വൈകിയേ മടങ്ങിയെത്താറുള്ളൂ. ഗതാഗത സൗകര്യങ്ങളുടെ അപര്യാപ്തതയും വന്യമൃഗ ഭീഷണിയും പ്രദേശവാസികളുടെ ദൈനംദിന ജീവിതത്തെ ഏറെ ദുഷ്കരമാക്കിയിരിക്കുന്നു. ഈ സാഹചര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയ ഒലിവിയ ഫൗണ്ടേഷൻ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി നടുപ്പതിയൂരിലെ ജനങ്ങൾക്ക് സുരക്ഷിതവും സൗകര്യപ്രദവുമായ യാത്ര ഉറപ്പാക്കുന്നതിനായാണ് ഇലക്ട്രിക് ബഗ്ഗി വാൻ സമ്മാനിച്ചത്. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഒലിവിയ CMD KT കൃഷ്ണകുമാർ പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനും ആദിവാസി സമൂഹത്തിന്റെ സമഗ്ര വികസനത്തിനുമായി ഒലിവിയ ഫൗണ്ടേഷൻ തുടർന്നും പ്രവർത്തിക്കുമെന്ന് അറിയിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് ഒലിവിയ CM DKT കൃഷ്ണകുമാറും CEO അജിത് കുമാർ വർമ്മയും ചേർന്ന് സിനിമാ നടൻ ദിലീപിനെയും പ്രൊഡ്യൂസർ സുരേഷ് കുമാറിനെയും ആദരിച്ചു. ചടങ്ങിൽ ഒലിവിയ CEO അജിത് കുമാർ വർമ്മ, നടുപ്പതി രാമകൃഷ്ണൻ മൂപ്പൻ, ചിന്നഞ്ചെറിയാൻ മൂപ്പൻ, പുതുശ്ശേരി കാർഷിക ഓഫീസർ സുഭാഷ്, ഒലിവിയ ഡയറക്ടർ ജെർലിറ്റ്, ഒലിവിയ അഡ്വൈസർ TH രാമകൃഷ്ണൻ, ചീഫ് പ്രോജക്ട് മാനേജർ ഗൗതം രാമകൃഷ്ണൻ, സഞ്ജീവിനി അംഗങ്ങളായ ബിന്ദു, രാജി, നീതു, ഐശ്വര്യ എന്നിവർ പങ്കെടുത്തു.